വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ പുതിയൊരു ആള് നമ്മൾ വൈബ്രൻ്റ് വിഷ്വലിലേക്ക് കൊണ്ടുവരാൻ പോവാണ്. നിങ്ങളൊട്ടും പ്രതീക്ഷിക്കാത്ത ഒരാളാണോ എന്ന് എനിക്കറിയില്ല, പ്രതീക്ഷിച്ചിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല, പ്രതീക്ഷിച്ചില്ലല്ലോ എന്ന് എനിക്കറിയില്ല. ഒരാൾ വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. അവൻ അവിടെ സ്പോണിലും കണ്ട് നിൽക്കുവാണ്. അവൻ്റെ അടുത്ത് ഇപ്പോൾ തൽക്കാലത്തേക്ക് മിണ്ടണ്ടെന്നാണ് ഞാൻ പറഞ്ഞേക്കണത്. നമുക്ക് അവിടെ എത്തിയിട്ട് ആരാന്ന് വെച്ചാൽ നമുക്ക് കാണാം. നമുക്ക് നേരെ അങ്ങോട്ട് നേരെ വിടാം. എല്ലാവർക്കും മനസ്സിലായിട്ടോ വില്ലേജറുടെ ശബ്ദം. അവിടെ എന്തോ കാണുന്നു ഞാൻ, അവിടെ എന്തോ ഞാൻ കണ്ടു. ഒരു അതാരായിരിക്കും? ഹു ഇസ് ദാറ്റ് ഗൈ, ദ ഐക്കോണിക് പേഴ്സൺ? ഹലോ ബ്രോ, അയ്യോ അവന്റെ സ്കിന്നിരിക്കണ നോക്കിയേ, കാള കുത്താവന്നെ അതിരി. അപ്പോൾ ഗൈസ്, ഇനി തൊട്ട് നമ്മുടെ വേൾഡിൽ കളിക്കാൻ ഇവനും കൂടി ഉണ്ടാവും. ഞാൻ വിചാരിച്ചു ഒറ്റക്ക് കളിക്കുമ്പോൾ ബോറടിക്കുന്നു, പിന്നെ നിങ്ങൾക്കും ബോറടിക്കും, എനിക്കും പറയാനൊന്നും ഉണ്ടാവില്ല. അപ്പോൾ വീഡിയോയിൽ കുറച്ച് എൻ്റർടൈൻമെൻറ്റ്സ് കൊണ്ടുവരാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ഹലോ ബ്രോ. എന്താന്ന് പോലും മനസ്സിലായില്ല പാവത്തിന്. ഇതെവിടെയാ വച്ചേക്കണേ? വെള്ളത്തിൽ ചാട്, വെള്ളത്തിൽ ചാട്. വണ്ടി ആള് കയറിയില്ല. നിക്കടാ അവിടെ, നിക്കടാ. കൊണ്ടായില്ലേ? റൈറ്റ്. എടാ ബോട്ട് പോകുമ്പോ സെറ്റ്. നമുക്ക് നമ്മുടെ പാർക്കിംഗ് ഏരിയ കൊണ്ടുവന്ന് പാർക്ക് ചെയ്തിട്ടുണ്ട്. ബോട്ട് അവിടെ കിടക്കട്ടെ. സ്വന്തം പോരാ. അതവിടെ വേറെ ആവശ്യത്തിന് വെച്ചേക്കണേ. അവിടെ വില്ലേജസിനെ ഒക്കെ നോക്കി പരിചയപ്പെട്. അവന്നറിയില്ലേ? എറിയരുത്. അത് കണ്ടോ? അങ്ങോട്ട് മഞ്ഞുകാലം. ഞാൻ റിച്ചായി, ഞാൻ പൈസക്കാരനായി. തുള്ളി പോണണ്ടില്ലേ പൈസക്കാരനെന്നും പറഞ്ഞ്. നിക്കണ അവിടെ. ബാ, നിനക്കുള്ള ടൂൾസ് നമുക്ക്. വുഡ് വാങ്ങാനോ? നിനക്ക് എന്ത് കഴിയടാ? വുഡ്ന്നാ ഇഷ്ടം പോലെ. ഒരു ചെസ്റ്റ് നിറച്ചിരിക്കണ്. ചില്ലറ മോഹമല്ലല്ലോ. അത് നിറച്ചിരിക്കണുണ്ടോ? എമറാൾഡോ അങ്ങോട്ട് നിറച്ച് സ്പ്രൂസ്, ഇങ്ങോട്ട് നിറച്ച് പ്ലെയിൻസ്. അങ്ങോട്ട് എന്താ ഞാൻ പോയി നോക്കിയില്ല. ഞാൻ കാണുന്നു. 31 അയൺ ഇങ്കട്ട്. ഓ അതാ, അത് ഞാൻ ഒരു മിനിറ്റ് എടുത്തോണ്ടോയി. എവിടെ? ഓ ടൂൾസ് അല്ല, ആർമർ. യുവർ ഫസ്റ്റ് ആർമർ. എനിക്ക് ഫുഡ് വേണോ? ഫുഡ് ഞമ്മക്കും പാപ്പര തന്നെ. അവിടെ കൊറേ ഹെവിയിൽ എടുക്കുന്നില്ലേ? എന്താണ് ടോജി അതിൽ തന്നെ നോട്ടോട്ടേക്കണ? പണി ചെയ്തുണ്ടാക്കി ടോജി. ഇവിടെ ഒരുത്തുമാര് നിക്കണൂടെ, അടിച്ച് കൊല്ലതിനൊക്കെ. ഞാൻ സ്വയം പൈസ ഉണ്ടാക്കിട്ട് ഞാൻ വാങ്ങോടോ. നമുക്ക് ഇച്ചിരി നല്ല ബേസ് ഉണ്ടാക്കണം.
എന്നെ തുപ്പുന്നു എന്നെ തുപ്പി അറിയുന്നത് ആറാ ടോജിനെ തുപ്പണേ അവിടെ 2 എണ്ണം കൊല്ലണ്ട പാവല്ലേ വീട്ടുകാരെ. അവന്മാര് മൊയിലാളിനെ അടിച്ചാ മൊയിലാളി തുള്ളി കളിക്കണ്. ഹലോ ഗൈസ്, അപ്പോൾ ചെറുതായിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്യാൻ ഒന്ന് മറന്നു പോയിട്ടുണ്ട്. ടോജി ഒന്ന് ലെഫ്റ്റ് ആയിട്ട് കയറാൻ ആദ്യം എത്തി. ടോജി എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വീടിൻ്റെ പണിയുടെ അടിഭാഗം മൊത്തം ഇന്ന് പൊളിക്കണം. പിന്നെ കുറച്ച് വുഡ് സ്റ്റോൺ കട്ട് ചെയ്യാനാണ് ടോജി അവിടെ അടിക്കകത്ത് പോയേക്കണം, മണ്ണിൻ്റെ അടി പോയേക്കണത്. അവനെപ്പോൾ എത്തുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോഴേക്കും നമുക്ക് അത്യാവശ്യം ഇവിടുത്തെ പണിയൊക്കെ ചെയ്ത് തീർക്കണം. അപ്പോൾ ഈ ഡേട്ട് മൊത്തം എടുക്കാമെന്നാണ് വിചാരിച്ചത്. പിന്നെ വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബും ചെയ്യില്ല, ലൈക്കും ചെയ്യില്ല. എന്താണ് ഗൈസ്, 100-150 വ്യൂസ് ഇട്ടുണ്ട്. പക്ഷെ നിങ്ങൾ ലൈക്ക് ചെയ്താണ് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തുള്ളൂ. നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് സബ് ചെയ്യണേ, അത് മറക്കരുത്. ഓക്കെ, ഓ അപ്പോൾ ഗൈസ് നമ്മൾ ഇവിടെ മൊത്തം ഫുള്ള് ഫ്ലാറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു പ്ലാനും ഇല്ല. ഇനി ടോജി കൂടി വന്നിട്ട് വേണം കൺസ്ട്രക്ഷൻ്റെ ബാക്കി പരിപാടി ചെയ്യാൻ. ടോജി വാടാ. ഒരു ക്രിയേറ്റിവിറ്റി ഇല്ലേ? എന്താണ് ബ്രോ ക്രിയേറ്റിവിറ്റി? നമ്മള് പണിയൊന്നും അല്ലടേ, നമ്മള് പാവം PvP പ്ലെയർ. ഞാൻ PvP പൊട്ടിച്ച് സത്യം ടോജി സീനായി. ടോജി മേസ് PvP സീനായി. എനിക്ക് എലൈറ്റർ വെച്ചിട്ട് കൊണ്ടേ മതി കഴിഞ്ഞു. വാ ടോജിയെ, നമുക്കിവിടെ ഒരു സ്റ്റെയർ കേസ് വെച്ചിട്ട് ഇതിൽ സെറ്റപ്പ് ചെയ്താലോ? അയ്യോ, അത് നമ്മുടെ പഴയ ബേസിൽ അതേ വീടായി പോവും. അത് വേണ്ട. വേറെ എന്നാ സെറ്റപ്പ്? ഒരു കാര്യം മനസ്സിലായില്ല. ഇവിടെ മനുഷ്യ, ഇവിടെ ഒരു ബ്ലോക്ക് ഇങ്ങോട്ട്, ഇവിടെ ഒരു ബ്ലോക്ക് അകത്ത്. ഇപ്പൊ റെഡിയാക്കുന്നു. എന്താ ഇവിടെ അല്ല, ഇവിടെ വെക്കാം. ഞാൻ ഹേബയിൽ എടുക്കുന്നുണ്ടോ? ഇനി എന്നാ സെറ്റപ്പ് ചെയ്യണ്ട? ഇനി നമുക്ക് 2 നിലയല്ലേ, ഒരു സെറ്റപ്പും തലയിൽ ഉദിക്കണല്ലോ. ചെയ്യാം. ടോജി, നിന്റെ തലയിലൊന്നുമില്ലേ? ഡീപ് സ്ലേറ്റ് ഇല്ലടാ നമ്മുടെ കയ്യില്. ചിന്തിക്കട്ടെ. ടോജി ഓൺ ചിന്തിക്കാൻ. എന്താണ് ടോജി? മണ്ടക്കേറിക്കണ താഴോട്ടിറങ്ങണോ? അല്ല, എന്താ ഉദ്ദേശിക്കണ? ഓ, എന്തോ കാര്യമായിട്ട് ചിന്തിക്കുന്നു ടോജി. ഇത് 16.
ടെക്നോളജിയാ? ഡീപ് സ്ലേറ്റ് ഉണ്ടോടാ നിന്റെ ഇനി മാത്രം? ഇല്ല. ആ പിന്നെ നീ എന്താ കാണിക്കാൻ പോണ അവിടെ? നോക്കട്ടെ, പ്ലാൻ ഇടട്ടെ. എടാ ഡീപ് സ്ലേറ്റ് നമുക്ക് റൂഫ് ആക്കാടാ. അല്ലേ അല്ല നല്ലത്. നല്ലതാ. ഞാൻ ചിന്തിച്ചില്ല, എന്റെ ബുദ്ധി അത്ര വർക്കായില്ല. എന്ത് ചെയ്യും? ചെയ്യുമല്ലേ? ഓക്കെ, യൂട്യൂബ് തപ്പിയാലോ? കുറച്ച് ഹൈറ്റ് കൂടി പോയില്ലേ? കുറച്ച് നീളവും കൂടി. നീളം കുറഞ്ഞു എന്ന് പറയാൻ വേണേ. എന്താ കാസ്റ്റിൽ ഉണ്ടാക്കുന്നു? കാസ്റ്റിൽ ഉണ്ടാക്കണം. ഇപ്പൊ അതിനുള്ള ഇതില്ല. സ്റ്റോൺ നമുക്ക് ബ്രിക്ക് അല്ലേ? സ്റ്റോൺ ബ്രിക്ക് ആണോ സ്റ്റോൺ ആണോ? സ്റ്റോൺ ബ്രിക്ക്. ടോജി ഓക്കെ. ഇത് കിടക്കും, തിമിർക്കും. സെറ്റായില്ലേ? ഓക്കെ. അപ്പോൾ നമ്മൾ ഇവിടുത്തെ സ്റ്റെപ്പിൻ്റെ കാര്യത്തിൽ ഒരു ടെക്നോളജിയെ കണ്ടുപിടിച്ചിട്ടുണ്ട്. എടാ മണ്ട, നീ എന്താ കാണിച്ചേ ഇവിടെ? നമ്മൾ വീട് ഉണ്ടാക്കണത്. അങ്ങനെ വരിയിരുന്നു. എനിക്ക് എവിടെ അറിയില്ല. അത് കുഴപ്പമില്ലാത്തൊരു ബുദ്ധിയായിരുന്നു. അതാണ് ഞങ്ങൾക്ക് കൊറേ ഒപ്പിക്കുകയും ചെയ്യാം. നാട്ടു പറഞ്ഞ അത് കുഴപ്പമില്ല അല്ലേ? നീ ഏതാ ഡീപ് സ്ലേറ്റ് ഉപയോഗിച്ചേ? അല്ല, സ്ട്രോങ് ബ്രിക്ക്. ഞാൻ കുറച്ചിട്ട് ഇതാക്കി നോക്കട്ടെ. എവിടെയെങ്കിലും എന്തെങ്കിലും പ്രശ്നം വരാതിരിക്കില്ല. കാരണം ഇതുവരെ ഒരു ബിൽഡിലും ഞാൻ ഈ സാധനം ഉപയോഗിക്കണം കണ്ടിട്ടില്ല. അതുകൊണ്ട് അത് മതി. 2000 years later. അപ്പോൾ നമ്മളെ വീടിൻ്റെ ഏകദേശം ഇത്രയും പണി തീർത്തിട്ടുണ്ട്. ഏകദേശം എന്തൊക്കെയോ സെറ്റപ്പ് ഞാൻ ചെയ്യാൻ നോക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ശരിക്കുള്ള ഒരു പക്ക പ്ലാൻ എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. അത് ഇനിയിപ്പോൾ ചിന്തിച്ചെടുക്കണം. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് ഒരു നിലയും കൂടി ഇട്ടിട്ട് സൈഡിലൊക്കെ എന്തെങ്കിലും പരിപാടി എന്നാണ് ഞാൻ വിചാരിക്കണത്. എന്താ ഒന്ന് അറിയില്ല ഗൈസ്. അപ്പോൾ ഒന്ന് നോക്കട്ടെ. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ സക്സസ്ഫുള്ളി മൂഞ്ചിരിക്കുകയാണ് നമ്മുടെ വീടിൻ്റെ കാര്യത്തിൽ. പുഷ്പേനെ കൂട്ടി ചെറുതായിട്ടൊന്ന് ചിരിഞ്ഞോന്നൊരു ഡൗട്ട് അല്ലേ ഡോജി? എന്തോ സ്കിന്നും എൻ്റെ അടിച്ചു വരുന്നുണ്ട്. അപ്പോൾ എന്തോ ഒരു പ്രശ്നമുണ്ട്. എന്തായാലും നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ് നമ്മുടെ വീട്ടിൽ അല്ലേ ഡോജി? അവനോട് ഞാൻ എന്തുകൊണ്ട് അടിച്ചു നിന്നെ? സോഡ് വെച്ചാ? അയ്യോ സക്സസ്ഫുള്ളി ടോജി ചത്തിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയും മച്ച് വൈൻഡപ്പ് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അവൻ എന്നെ കൊല്ലാൻ വഞ്ഞ്
അപ്പൊ ശരി എന്നാ, എന്നൊക്കെ ബൈ ബൈ ബൈ. എന്റെ